ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹിജടകളുടെ പ്രശ്നം, അത് മനുഷ്യരെ ആണും പെണ്ണുമായി ആണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഹിജടകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹിജടകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് പരാജയപ്പെടുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ചോദ്യം. പലപ്പോഴും ഇന്നത്തെ ഒരു LGBT പൊളിറ്റിക്സ് ഉണ്ട്. LGBT പൊളിറ്റിക്സ് ആണ് കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷയകമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ സ്വവർഗാനുരാഗികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വവർഗാനുരാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും തങ്ങളുടെ ലൈംഗികാസ്വാദനത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിന്റെ വളരെ സമർത്ഥമായ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് LGBT റൈറ്റ്സ് എന്നുള്ള സംഭവം തന്നെ വരുന്നത്. ഞാൻ അങ്ങോട്ട് പോണില്ല, ചോദ്യം അതല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിജഡ എന്നതൊരു മൂന്നാം ലിംഗമല്ല, മറിച്ച് ഒരു ലൈംഗികമായ ശേഷി ഇല്ലായ്മയാണ്. ലൈംഗിക ശേഷിയില്ലായ്മ എന്ന് പറഞ്ഞാൽ പുരുഷനായ നപുംസകമുണ്ടാകാം, സ്ത്രീയായ നപുംസകമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനപരമായ ബയോളജി എന്ന് പറയുന്നത് അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോണൽ പ്രോബ്ലങ്ങളാണ്, പ്രശ്നങ്ങളാണ്. XY ക്രോമസോമുള്ള ആളുകൾ, അത് XY ക്രോമസോമുള്ള ആളുകൾ അഥവാ ലിംഗകോശങ്ങൾ, ലിംഗ ക്രോമസോമുകൾ XY ആണെങ്കിൽ അവൻ പുരുഷനും, XX ആണെങ്കിൽ അവൾ സ്ത്രീയുമാകുമെന്നുള്ളതാണ് പൊതു നിയമം. എന്നാൽ Y ക്രോമോസോമിലുള്ള SRY ജീൻ പ്രവർത്തനക്ഷമമാകാതിരുന്നാലോ അതല്ലെങ്കിൽ ഹോർമോണുകൾ തമ്മിലുള്ള ബാലൻസിങ്ങിൽ ഉള്ള ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ആ പുരുഷ പ്രകൃതിയുണ്ടാക്കുകയും ആൻഡ്രജനും ഈസ്ട്രജനുമെല്ലാം തന്നെ സ്ത്രീ പുരുഷ പ്രകൃതികളുടെ സന്തുലനം നിലനിർത്തുകയും ചെയ്യുമ്പോൾ അവിടെയുണ്ടാകുന്ന പ്രശ്നങ്ങളാൽ കുഞ്ഞിന് തന്നെ ഉണ്ടാകുന്ന ഒരു അംഗവൈകല്യമാണ് യഥാർത്ഥത്തിൽ ഹിജടകൾ, നപുംസകങ്ങൾ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു മൂന്നാം വർഗമല്ല. അത് ഒരു അംഗവൈകല്യമാണ്. കണ്ണില്ലാത്തതുപോലെ, കൈയില്ലാത്തതുപോലെ, കാതില്ലാത്തതുപോലെ ലൈംഗിക ശേഷി ഇല്ലാതാവുക എന്നതൊരു അംഗവൈകല്യമാണ്, അതൊരു വർഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ലോകവ്യാപകമായുള്ള LGBT പരിശ്രമത്തിൽ ആ കെണിയിൽ എൻ്റെ സുഹൃത്തും വീണുപോയതാണ് എന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയുവാനുള്ളത്. ഈ ചടങ്ങുകളെ കുറിച്ചുള്ള എൻ്റെ അറിവാണോ MM അക്ബർ സാഹിബിൻ്റെ അറിവാണോ കുറഞ്ഞ അറിവ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഈ സൈറ്റ് തുറന്നാൽ കാണാൻ കഴിയും. ഒരേ സമയം പുരുഷലിംഗവും പുരുഷ ജനനേന്ദ്രിയവും സ്ത്രീ ജനനേന്ദ്രിയവും എല്ലാ സ്ത്രീയുടെ ക്വാളിറ്റിയുമുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥലം പോലും ഉള്ള, അതോടൊപ്പം ലിംഗവുമുള്ള നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, ഈ പറഞ്ഞ വിഭാഗം വേറെ ഒരു വിഭാഗം തന്നെയാണ്. കാരണം സ്വത്ത് കൊടുക്കുമ്പോൾ ആണിന്റെ പകുതി സ്വത്താ പെണ്ണിന്. അപ്പോ വേറെ വിഭാഗക്കാരായ ഇവർക്ക് മുഴുവൻ ഓഹരിയും പകുതി ഓഹരിയും ഇടയിൽ ഒരു ഓഹരിയെങ്കിലും നിശ്ചയിക്കണമായിരുന്നു. കിടക്കട്ടെ, ഏതായാലും എന്റെ വിഷയം മറ്റിലേക്കാണ് പോകുന്നത്. ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഖദർ ഈസയിലേക്ക് കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് നബിയും മരിച്ചവരെ ജീവിച്ചിട്ടുണ്ട്. എത്രയോ ജീവനില്ലാത്ത ആശയമറ്റ് അറിവ് കെട്ട് കഴിക്കുന്ന ആളുകളെ അറിവെന്ന ജീവൻ നൽകി മുഹമ്മദ് നബിയും ജീവിപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഈസാ നബിയും എടുത്തിട്ടുള്ളത്. വെറുതെ അള്ളാഹുവിന്റെ കുദ്റത്ത്, അള്ളാഹുവിന്റെ ഖദർ ഈസയിലേക്ക് കൊടുത്ത് അള്ളാഹുവിനെ കഴിവ് കെട്ടവനാകാതിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എൻ്റെ അറിവാണോ അദ്ദേഹത്തിൻ്റെ അറിവാണോ വലുതെന്നാണ് ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയല്ല ഇത്. ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുള്ള വേദിയാണ്. അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്നുള്ളത് അല്ല. അത്തരം വേദികളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടാകും.
അത്തരം ആളുകൾക്ക് പറയുന്ന പേരുകളും ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിച്ച് ഓഫ് ട്രൂത്ത് എന്നുള്ളത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ്. അതിലുള്ള സംശയങ്ങളെ നിവാരണം വരുത്തുകയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ നപുംസക ലിംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. താങ്കൾ വായിച്ചിട്ടുള്ള ഏത് സൈറ്റാകട്ടെ, ഏത് വിഷയമാകട്ടെ, താങ്കൾ അതിൽ കുറച്ചുകൂടി അവഗാഢമായി പഠിച്ചാൽ താങ്കൾക്ക് തന്നെ കാര്യം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ ബോധ്യം. പരിശുദ്ധ ഖുർആനെ വിമർശിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ ഒരിക്കലും അത് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ജന്തുലോകത്തെടുക്കുക. ജന്തുലോകത്ത് നപുംസക ലിംഗം എന്നുള്ളത് എത്രത്തോളം നടക്കുന്ന കാര്യപാട് എത്രത്തോളം ഉള്ളതാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ജീവപരിണാമത്തിലൂടെ മനുഷ്യനുണ്ടായി എങ്കിൽ തീർച്ചയായും ഈ മൂന്നാം സെക്സ്, മൂന്നാം ലൈംഗികത ജന്തുലോകത്തും വ്യാപകമായിട്ടുണ്ടാകണം. എത്രത്തോളം ഉണ്ട് ജന്തുലോകത്ത് ഇത്? ഇവിടെ യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരേ ലൈംഗികാവയവങ്ങൾ വളരെ ട്രാൻസെക്ഷലിസത്തിന്റെ വളരെ അപൂർവമായ ഒരു സംഭവമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നപുംസക ലിംഗം എന്നുള്ളത് ഒരു സ്വാഭാവിക ക്രിയയല്ല, മറിച്ച് സംഭവിക്കുന്ന ഒരു അംഗവൈകല്യമാണ് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠനം എടുത്താൽ കേരളത്തിൽ തന്നെ ഒരുപാട് നപുംസകങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ ഹിജഡ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഇല്ല. എന്തുകൊണ്ടാണത്? ലൈംഗിക ശേഷിയില്ലാത്ത, ലിംഗമില്ലാത്ത, ഗർഭാശയമില്ലാത്ത, അണ്ഡാശയമില്ലാത്ത, അതേപോലെ തന്നെ വൃഷണമില്ലാത്ത ആളുകൾ, ഇതെല്ലാം ഉണ്ട് നപുംസകങ്ങളിൽ, അഥവാ ലൈംഗിക ശേഷിയില്ലാത്ത ആളുകളിൽ. അപ്പോൾ ഇവർ ഇല്ലാത്ത ആളുകൾ, പുരുഷ വിഭാഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകൾ പുരുഷന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ വൈകല്യം മറച്ചുവെക്കും. അതേസമയം ബോംബെയെ പോലുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ പ്രത്യേക വിഭാഗമായി സംഘടിക്കുകയും അവരുടേതായ കോപ്രായങ്ങളും അവരുടേതായ കൾട്ട് ക്രിയകളുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ആരെങ്കിലും ജനിച്ചു എന്ന് അറിഞ്ഞാൽ മുതൽക്ക് ആ അത്തരം കൾട്ടുകൾ അവിടെ പ്രവർത്തിക്കും, ആ ടീമിലേക്ക് പെടുത്താൻ വേണ്ടി. ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മൂന്നാം വിഭാഗമല്ല നപുംസക ലിംഗം എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ട വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയമാണത്. എന്റെ സുഹൃത്തുക്കൾ, ഇസ്ലാമിനോടുള്ള വിരോധം വെച്ചോളൂ, ഇസ്ലാം യുക്തിപരമല്ല എന്ന് സ്ഥാപിക്കുന്ന പണി തുടർന്നോളൂ. അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നമ്മുടെ ബുദ്ധി എവിടെയും പണയം വെച്ചുകൂടാ. ഈ വിഷയത്തിൽ സ്വവർഗരതി അവകാശമോ വൈകൃതമോ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതാൻ എനിക്ക് അവസരമുണ്ടായത് കൊണ്ട് തന്നെ ആ വിഷയത്തെ പഠനവിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. LGBT എന്ന് പറയുന്ന പേര് മുതൽ പൊളിറ്റിക്സ് ആണ്. LGBT എന്താണ്? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസെക്ഷൽ എന്നാണ്. ഇവർ എല്ലാവരും ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ് എന്നും അവരുടെ റൈറ്റ്സ് ലോകം അംഗീകരിക്കണില്ല എന്നും അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പറയുന്ന ആളുകളാണ് LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള വർത്തമാനങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ 2007 വിധിക്ക് കാരണം LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന കൊടുത്ത ഒരു റിട്ടായിരുന്നു. അതിന്റെ മുകളിലാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്. അത് പോകട്ടെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ LGBT എന്ന പദം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന സ്ത്രീ, ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആണും പെണ്ണും, പുരുഷനുമായും സ്ത്രീയുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതേപോലെ തന്നെ സ്ത്രീ. നാലാമത്തേതാണ് ട്രാൻസെക്ഷൽ. ട്രാൻസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഈ നപുംസകം. ട്രാൻസെക്ഷൽസ് സ്വാഭാവികമായും ഒരു സമൂഹത്തിലെ ദുരന്തമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം കൈയില്ലാത്ത ആളുകളെ പോലെ, കണ്ണില്ലാത്ത ആളുകളെ പോലെ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളുടെ കണക്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വളരെ സമർത്ഥമായി ലോകത്തെ തങ്ങളുടെ ലൈംഗിക ചൂഷണത്തിന്
ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ബൈസെക്ഷൽ ഇതിൽ വരിക? നിങ്ങൾ ആലോചിക്കുക. ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ പെണ്ണുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പെണ്ണ്, അവരുടെ അഭിപ്രായ പ്രകാരം അത് പ്രകൃതിപരമാണ്, അങ്ങനെ തന്നെ ജനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സെക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുവദിക്കണം. വാദത്തിനു വേണ്ടി സമ്മതിക്കുക. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതും ഇതേപോലെയുള്ള വാദം പറയുന്നു, വാദത്തിനു വേണ്ടി അംഗീകരിക്കുക. എന്നാൽ മൂന്നാമത്തെ ബൈസെക്ഷൽ എന്താണ്? എന്തിനാണ് ബൈസെക്ഷൽ എന്നതിൽ പെടുത്തിയത്? ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണുമായും പെണ്ണുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇത് ബൈസെക്ഷൽ രണ്ടു കൂട്ടരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ എന്നർത്ഥം. ഇതിനർത്ഥം എന്താണ്? അയാൾക്ക് ബൈസെക്ഷലിൽപ്പെട്ട ഒരാൾക്ക് സ്ത്രീയുമായി ശാരീരികമായി സംതൃപ്തമായി ബന്ധപ്പെടാൻ കഴിയും, അതേപോലെ തന്നെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയും. അവർക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ നടുവിൽ അവരെ പെടുത്തിക്കൊണ്ട് ഗെയ്സിന്റെയും ലെസ്ബിയൻസിന്റെയും ട്രാൻസെക്ഷലിന്റെയും നടുവിൽ ബൈസെക്ഷലിനെ പെടുത്തിക്കൊണ്ടാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്. ആരാണിത്? ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതാണ് ശരി. കാരണം ഏത് പുരുഷന്റെയും മനസ്സിൽ ഒരു ഹോമോസെക്ഷൽ ഉണ്ട്. അത് വസ്തുതാപരമാണ്. അത് പിന്നെ അതേസമയം സ്ത്രീയുടെ സ്ഥിതി കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അതല്ലല്ലോ വിഷയം, അതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. ഞാൻ ഇവിടെ ട്രാൻസെക്ഷൽ എന്നുള്ളത് ഇന്ന് ഒരു മൂന്നാം ലിംഗമായി പരിചയപ്പെടുത്തപ്പെടുന്നത് ഈ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ സുഹൃത്ത് തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിലെ നിയമങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. ആണും പെണ്ണുമായാൽ എന്ന് പറഞ്ഞാൽ ആണിന്റെ സ്വഭാവമുള്ള ആള്, ആണിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആണിൻ്റെതായ ശാരീരികമായ ഹോർമോണലായ പുറമേക്ക് കാണുന്ന സ്വഭാവ സവിശേഷത ഉള്ളയാൾ. അയാൾക്ക് ലൈംഗിക ശേഷി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ സ്വത്ത് വിഭജനത്തിൽ ഒരു പ്രശ്നമല്ല. അതേപോലെ തന്നെ പെണ്ണിന്റെ കാര്യത്തിലും സ്വത്ത് വിഭജനത്തിൽ ആണിനെ പോലെയുള്ള ആളുകൾ ആണും പെണ്ണിനെ പോലെയുള്ള ആളുകൾ പെണ്ണുമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത് പറഞ്ഞതാണ്. അവിടെ പിന്നെ അള്ളാഹുവിന്റെ ഖദറിൽ പിന്നെ പങ്കു ചേർക്കുന്നു എന്നല്ല അവിടെ എൻ്റെ സുഹൃത്ത് എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പുനരുജ്ജീവിപ്പിച്ചതുപോലെയല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്ക് മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്, മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നതും അക്കാര്യപാട് അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് അത്ഭുതകരമായി നടന്നിട്ടുള്ളതാണ്. അത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണെങ്കിലാണ് അള്ളാഹുവിന്റെ ഖുവ്വത്തിലുള്ള പങ്കു ചേർക്കലായി മാറുകയുള്ളൂ. അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല. അള്ളാഹു നൽകിയതനുസരിച്ച്, അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച്, അള്ളാഹു അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ ദൃഷ്ടാന്തം അനുസരിച്ച് ചെയ്തതാണ്. അദ്ദേഹം നടന്ന് മരിച്ച ആൾക്കാരെ മുഴുവൻ തൊട്ട് ജീവൻ വെപ്പിച്ച് നടക്കായിരുന്നു എന്നല്ല ഖുർആനിലുള്ളത്. മറിച്ച് അത്ഭുതകരമായി ആ സമൂഹത്തിൽ മരണപ്പെട്ട ചില വ്യക്തികളെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ബൈബിളിലും ഉള്ളത് അക്കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക.